ഹിമ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ വള്ളം കളിക്കാണോ പുലിക്കളിക്കാണോ ഏറ്റവും വലിയ ആവേശം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രതിനിധികൾ തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ പുലിക്കളിക്കായിരിക്കോ വള്ളം കളിക്കായിരിക്കോ ഇന്ന് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായിരിക്കുക? അത് പ്രത്യേകം പറയാനില്ല, ഉറപ്പായിട്ടും പുലികളിക്കാണ് സദ്യ. ഇവിടെ ഫുൾ ആവേശമാണ്. നമ്മൾ തൃശ്ശൂരിൽ എത്തുമ്പോൾ തന്നെ ആവേശം നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഞാൻ ഇപ്പൊ ശങ്കരൻകുളങ്ങര ദേശത്തിനൊപ്പമാണുള്ളത്. ഇവിടെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 14 വർഷത്തിന് ശേഷമാണ് ഈ പുലികളിക്ക് 4 ഓണം നാളിൽ ഇവർ തയ്യാറായി ഇറങ്ങാൻ പോകുന്നത് ശങ്കരൻകുളങ്ങര ദേശക്കാർ. അപ്പൊ അതിന്റെ എല്ലാ ആവേശവും ഓർക്കേണ്ടതാ. ഇവിടെ നമുക്ക് സ്ക്രീനിൽ പിറകിൽ നോക്കിയാൽ കാണാം, കണ്ടോ, പുലി മുഖമൂടികളുണ്ട്, താഴെ അരമണികളുണ്ട്. ഈ അരമണി കിലുക്കി ചുവട് വെച്ച് ഇറങ്ങാൻ തയ്യാറാകുകയാണ് ഓരോ പുലികളും. ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ശരീരമൊക്കെ ഷേവ് ചെയ്ത് പുലി പെയിന്റ് അടിക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിനി അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. ഇതവിടെ കുറെ കുട്ടിപ്പുലികളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ടീമിന്റെ പ്രത്യേകത. ഇതവിടെ എല്ലാവരും പെയിന്റ് അടിച്ച് സെറ്റായി നിൽക്കുകയാണ്. ഇനി ഇവിടെ ചായം പൂശുന്ന ചടങ്ങുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലി ചിത്രം വരെ ഇവിടെ പുരോഗമിക്കുകയാണ്. എല്ലാവരും സെറ്റാണ്. മൊത്തം 51 പുലികളാണ് ഇവരുടെ ടീമിനൊപ്പം ഇറങ്ങുന്നത്. അപ്പോൾ ഓരോരുത്തരായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഒന്നിച്ചെത്തിച്ചാൽ ഇവിടെ പെയിന്റ് അടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ചിത്രം വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായി ഇതവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ശങ്കരൻകുളങ്ങര ദേശം പുലികളിക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ആവേശവും ഓർക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോവാം. ചേട്ടാ, എങ്ങനെ സെറ്റ് അല്ലേ? സെറ്റാണ്. പെയിന്റ് അടിയൊക്കെ തുടങ്ങിയല്ലേ? തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു രാവിലെ? കഴിച്ചു. ആദ്യമായിട്ടാണോ വേഷം കെട്ടുന്നത്? അല്ല 10-11 കൊല്ലായി. അതെയോ? അപ്പൊ ശങ്കരൻകുളങ്ങര ദേശം ഇപ്പൊ 14 വർഷത്തിന് ശേഷമാണ് ഇറങ്ങുന്നത്. ഒരു പ്രാവശ്യം ഈ ടീമിൽ വന്നിട്ടുണ്ട്. അതെയോ? ഇതിന് മുൻപ് ഏത് ടീമിലായിരുന്നു? കോട്ടപ്പുറം, കുറെ സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പൊ ശങ്കരൻകുളങ്ങര ഇത്തവണ ഫസ്റ്റ് ആവും തന്നെയാണ്. അതാണ്. ശരി. അപ്പോ ഇവർ 14 വർഷത്തിന് ശേഷം ഇറങ്ങുന്നതിന്റെ എല്ലാ ആവേശമുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് കുറെ കുട്ടിപ്പുലികൾ ഇവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് അവരൊക്കെ റെഡി ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രമൊക്കെ മാറി നിൽക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എന്തിന്റെ വിശേഷം? ആഗ്രഹത്തോടെ വന്നാണോ പുലിവേഷം കെട്ടാനായി? ആദ്യമായിട്ടാണോ പുലിവേഷം കെട്ടുന്നത്? ആദ്യമായിട്ടാണോ പുലിവേഷം കെട്ടുന്നത്? ആദ്യമായിട്ടാ. സെറ്റാണല്ലേ? ഇപ്പൊ സൂപ്പർ. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി നിൽക്കുവാണ്. ഈ പുലിക്കൊരു പ്രത്യേക സ്റ്റെപ്പുകൾ ഉണ്ട്, അതൊക്കെ പഠിച്ചെടുത്തായിരുന്നോ? അതൊക്കെ പഠിപ്പിച്ചേരെന്ന് പറഞ്ഞു. 2 സ്റ്റെപ്പ് നമ്മുടെ മാതൃഭൂമിയുടെ ആളുകൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാവോ? അല്ല, അവര് പഠിപ്പിച്ചേരെന്ന് പറഞ്ഞു. ഇനി പഠിക്കണം അല്ലേ? പഠിച്ചിരുന്നോ സ്റ്റെപ്പൊക്കെ? ഇല്ല, ഇനി പഠിച്ചെടുക്കണം. ഇവരെ കുട്ടിപ്പുലികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ഒരു ചേട്ടൻ സ്റ്റെപ്പൊക്കെ കാണിക്കുന്നത്. ചേട്ടൻ പേരെന്തായിരുന്നു? പുലിവേഷം കെട്ടിയിട്ടുണ്ടോ? 25 കൊല്ലം കെട്ടിയിട്ടുണ്ട്. 25 കൊല്ലം പുലിവേഷം കെട്ടി. അതെ, കുട്ടി പരുവത്തിലോട്ട് പുലിവേഷം കെട്ടി. ഇപ്പൊ 10 കൊല്ലം കെട്ടിയിട്ടുണ്ടല്ലേ? അതെന്ത് പറ്റി? വയസ്സൊന്നും ഒന്നിനും തളർത്തില്ല. അല്ല, കളിക്കാൻ കുഴപ്പമില്ല. 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി കാണിക്കാവോ? 2 സ്റ്റെപ്പ് കാണിക്കാവോ? ചേട്ടാ സെറ്റാണ് കേട്ടോ. ഈ പ്രായമൊന്നും ഒരിക്കലും തളർത്തില്ല. പക്ഷെ എന്തോ മനസ്സിനൊരു തളർച്ച, അതുകൊണ്ട് ഇനി ഇറങ്ങുന്നില്ല. എല്ലാവർക്കും വേണ്ടി വഴി മാറി കൊടുക്കുകയാണ് കേട്ടോ ചേട്ടൻ. ഇവിടെ എല്ലാവരും. ചേട്ടാ, എത്ര വർഷമായി പുലിവേഷം കെട്ടുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ സ്റ്റെപ്പൊക്കെ പഠിച്ച് സെറ്റാണ്. പഠിച്ചെടുക്കണം അല്ലേ? ഇപ്പൊ വര പൂർത്തിയായോ? ഇല്ല, ഒന്നും കൂടി അടിക്കണ്ട്. ഇത് പേര് പുലിയാ? ഇത് അങ്ങനെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. ചേട്ടൻ ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായി പുലിവേഷം കെട്ടുന്നവരും ടീമിനൊപ്പം ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വെറൈറ്റി പുലിയാണോ ഒരു സംശയമുണ്ട്. ചേട്ടൻ ഒരു വെറൈറ്റി പുലിയാണോ? ഫ്ലൂറസെന്റ് പുലിയാണല്ലേ? ഫ്ലൂറസെന്റ് പുലിയാണ്. കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ കാണുന്നതാണ് ഫ്ലൂറസെന്റ്. അതുപോലെ തന്നെ LED പുലികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ടീമിന്റെ ഒരു വെറൈറ്റി പുലിയാണ്. ചേട്ടാ, ആദ്യം വെള്ള പെയിന്റ് അടിച്ച ശേഷമാണോ ബാക്കി പണികളൊക്കെ? ആദ്യം വെള്ള പെയിന്റ് അടിച്ചു എന്നിട്ട് ഇതിന് വേറെ പെയിന്റ്. ശരി. ഇപ്പൊ സെറ്റായി നിൽക്കുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോ എന്താണ് അടുത്ത പണികളുള്ളത്? ഇനി കളർ കയറ്റു. കളർ തേക്കുക. ഇപ്പൊ വെള്ള പെയിന്റ് അടിച്ച ശേഷം ഇനി ഇത് ഉണങ്ങിയ ശേഷം ബാക്കി ചെയ്യാൻ പറ്റുമല്ലേ? എത്ര സമയം എടുക്കും ഏകദേശം പൂർത്തിയാവാൻ? ഇതൊരു 3-4 മണിക്കൂർ വരും. 3-4 മണിക്കൂർ വരും. അപ്പൊ അത്രയും സമയം ഇങ്ങനെ നിൽക്കണം. ഭയങ്കര ടഫാണ്. ഇപ്പൊ നമ്മളിവിടെ നോക്കിയപ്പോ മൊത്തം കുട്ടി ടീമുകളാണ് ദേശത്തിനൊപ്പം ഉള്ളത്. അപ്പൊ ഭക്ഷണം വിളമ്പുന്നൊക്കെ കുട്ടി ടീംസ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണോ? ഇഷ്ടത്തോടെ വന്ന് ചെയ്യുന്നതാണ് പുലികളിക്ക്, സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. നമ്മുടെ ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ മെയിൻ ആള് വന്നിട്ടുണ്ട്. ചേട്ടാ, നമസ്കാരം. രാജീവേട്ടനാണ് ശങ്കരൻകുളങ്ങര ദേശക്കാരുടെ പുലികളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. 14 വർഷത്തിന് ശേഷമാണല്ലേ ഇപ്പൊ ഇറങ്ങുന്നത്? 14 വർഷം ശേഷം. അപ്പൊ അതിന്റെ ഒരു ആവേശമൊക്കെ ഉണ്ട്. ആവശ്യമുണ്ട്. എന്തായാലും കപ്പടിച്ചിട്ടേ പോരൂ. നമ്മുടെ ആഗ്രഹം അതാണ്. ഇപ്പൊ 14 വർഷത്തിന് ശേഷം ഇറങ്ങുമ്പോ ഒരുക്കങ്ങളൊക്കെ ഒരുപാട് വേണ്ടി വരും. അതെ, ഒരുപാട് വെച്ചല്ല. ഞങ്ങള് തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനിടയ്ക്ക് ഇടയ്ക്ക് പുലികൾ ഉണ്ടാവില്ല എന്നൊരു തീരുമാനമൊക്കെ വന്നപ്പോ ടെൻഷനായി പോയല്ലേ? വന്നപ്പോ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും അറക്കാന്ന് നിശ്ചയിച്ചാൽ നമ്മൾ അറക്കാൻ വാശിയോട് കൂടി തന്നെയാണ്. എന്തായാലും ആദ്യം വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിലും ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ആവേശമാണല്ലേ? ആവേശം കൂടുതലാണ്. സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട്. എന്നാലും നമ്മള് അതിന്
തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പരിപാടി തന്നെയാണ്. മൊത്തം 51 പുലികളെ തന്നെ ഇറക്കുന്നുണ്ട്. 51 പുലികളാണ് കറക്റ്റായിട്ട്. അതിൽ പെൺപുലികൾ ആരെങ്കിലും? പെൺപുലികള് ഒരാളുണ്ട്. കുട്ടി പെൺപുലിയാണല്ലേ? എന്തായിരുന്നു പേര്? അൻസന. ആദ്യമായിട്ടാണ് പുലിവേഷം കെട്ടുന്നത്. ഹാപ്പിയാണോ? ആ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു പുലിവേഷം കെട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ? ഓക്കെ, സ്റ്റെപ്പൊക്കെ പഠിച്ചോ? പുലി സ്റ്റെപ്പൊക്കെ ഇപ്പൊ കുറച്ച് നാണമുണ്ട്, പക്ഷെ എന്നാലും പുലിവേഷം കെട്ടി ഇറങ്ങുമ്പോ ആൾ അടിപൊളിയായിരിക്കും. അപ്പൊ ചേട്ടാ എങ്ങനെയാണ്? എത്ര പുലികൾ? 51 പുലികൾ. അതിൽ വെറൈറ്റി പുലികൾ എത്ര പേരുണ്ട്? വെറൈറ്റി നമ്മളിത് കറക്റ്റ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ട് എന്തായാലും എല്ലാ ടീമിലും ഉണ്ട്. കുട്ടിപ്പുലികൾ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇറങ്ങുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് 2 കുട്ടികൾ വന്നിട്ടുണ്ട്. അവരുടെ ഉണ്ട്. കോട്ടയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഓരോരുത്തര് തൃശ്ശൂരിന്റെ മഹിമ പുലിക്കളിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. തൃശ്ശൂരം കഴിഞ്ഞ പുലിക്കളി. അപ്പൊ അങ്ങനെ ഓരോരുത്തര് പുറത്തുനിന്ന് വരുമ്പോ സന്തോഷം കൊണ്ടു. അപ്പൊ എല്ലാവരും ഫുൾ ആവേശത്തിലാണ്. ഇതിൽ LED പുലികൾ, ഫ്ലൂറസൻ പുലികൾ അങ്ങനെ ഉണ്ട്. അതിൽ ചെറിയ വെറൈറ്റികൾ ഉണ്ടാവും. വേറെ വെറൈറ്റി പുലികൾ നമ്മളോട് സസ്പെൻസ് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? സസ്പെൻസ് അല്ല, അത് കുറെ വരക്കാരുടെ കയ്യിലാണ്. നമുക്ക് അത്യാവശ്യം വരയ്ക്കാണ് ആൾക്കാരെ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവരിലാണ് വെറൈറ്റി. അവരെ ഡിസൈനിലാണ് കുറെ വെറൈറ്റികൾ വരുന്നത്. കളറുകൾ പറയുന്നുണ്ട്. എല്ലാ ടീമിലും ഉണ്ടായിരിക്കാം, നമ്മളിലും ഉണ്ട്. നമുക്കൊന്നും ഒളിച്ചു വയ്ക്കണ പരിപാടി ഒന്നും ഇല്ല. എല്ലാം ഉണ്ട്. പൊളിച്ചു വെച്ചിട്ടും കാര്യമില്ല. എല്ലാം അതെ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലേ. ഇപ്പൊ ഈ ചുവടിനും അതുപോലെ തന്നെ താളത്തിനൊക്കെ പ്രത്യേക താളത്തിന് ഒത്തിട്ടാ ചുവട് വയ്ക്കുക. താളത്തിന് ഒട്ടിട്ടാണ് ചുവട് വയ്ക്കല്. വെറുതെ നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. അവരെ കൊട്ടനനുസരിച്ചിട്ട് ഇവിടെ ചുവട് വയ്ക്കണം. ഈ പുലികളൊക്കെ സ്റ്റെപ്പ് പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ ശരിയായി വരുന്നുള്ളോ? ആ റെഡി ആവണം. അത് മറ്റുള്ളവർ മുതിർന്നവർ കാണിക്കാണ് അവർ ചെയ്തോളും.